പാർട്ടി പ്രവർത്തകർ വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ലഹരിക്കടത്തിനും സാമ്പത്തിക തട്ടിപ്പിനും മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം മറുപടി പറയണമെന്ന് കെ.ടി. ജലീൽ എം.എൽ.എ. ആവശ്യപ്പെട്ടു. മലപ്പുറം പ്രസ് ക്ലബ്ബിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ജലീൽ. സ്വന്തം വീട്ടിൽ ഒരു ലഹരിക്കടത്തുകാരനുണ്ടെന്ന് നേരത്തെ അറിഞ്ഞിട്ടും പോലീസിനും എക്സൈസിനും ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പി.കെ. ഫിറോസ് തയ്യാറായില്ല. സഹോദരൻ മയക്കുമരുന്ന് കരിയറാണെന്ന് അറിഞ്ഞിട്ടും മറച്ചുവെച്ചു. ഒരു വരുമാനവുമില്ലാത്ത പി.കെ. ഫിറോസിന് കുന്നമംഗലത്ത് ഹൈവേക്ക് സമീപം കോടികൾ വിലമതിക്കുന്ന സ്ഥലത്ത് 1 കോടി രൂപയുടെ വീടുണ്ടാക്കാൻ പണം എങ്ങനെ ലഭിച്ചുവെന്ന് മുസ്ലിം ലീഗ് അന്വേഷിച്ചിരുന്നോയെന്ന് ജലീൽ ചോദിച്ചു. സഹോദരന്റെ ലഹരി കച്ചവടവുമായി ഫിറോസിന് ബന്ധമുണ്ടെന്ന് സംശയിച്ചാൽ എങ്ങനെ കുറ്റം പറയും? ഫിറോസിന്റെ സഹോദരൻ പി.കെ. ബുജൈർ നിഗൂഢമായ ജീവിതം നയിക്കുന്നയാളാണ്. ബാംഗ്ലൂരിലും കാശ്മീരിലും ഇടയ്ക്കിടെ പോകുന്നുണ്ട്. ബൈക്കിൽ ഭാര്യയെയും 3 വയസ്സുള്ള മകനെയും ഇരുത്തി കാശ്മീരിൽ പോയതായി പറയുന്നുണ്ട്. കുടുംബത്തെയും ലഹരിക്കടത്തിന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും ജലീൽ ആവശ്യപ്പെട്ടു. അപ്പൊ മുസ്ലിം ലീഗിൽ ഒരാള് അംഗമാകുന്നത് തന്റെ മതപരമായിട്ടുള്ള ഒരു ബാധ്യത എന്നുള്ള നിലയിൽ കൂടിയാണെന്ന് ജനങ്ങളെ ധരിപ്പിക്കാൻ ലീഗ് എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ പല നേതാക്കന്മാരും പറയുന്നത് ലീഗിൽ നിന്ന് പോയാൽ ദീനിൽ നിന്ന് പോയി എന്ന്. ലീഗിൽ നിന്ന് പോയാൽ മതത്തിൽ നിന്ന്, വിശ്വാസത്തിൽ നിന്ന് തന്നെ പോയി എന്നതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ വേറെ ഇല്ല. ലീഗ് മാത്രമാണ് അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും നേതാക്കളും മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരെക്കാളും നേതാക്കളെക്കാളും ഉത്തരവാദപ്പെട്ടവരാണ്, സൂക്ഷ്മത പുലർത്തേണ്ടവരാണ്. കാരണം അവർ ചെയ്യുന്ന ചെയ്തികൾ ആ പാർട്ടിയെ മാത്രമല്ല, ആ പാർട്ടി പ്രതിനിധാനം ചെയ്യുന്നു എന്ന് അവർ തന്നെ അവകാശപ്പെടുന്ന മതത്തെയും പ്രതികൂലമായി ബാധിക്കും. സമീപകാലത്തായിട്ട് മുസ്ലിം ലീഗിന്റെ മഹാരഥന്മാരായിട്ടുള്ള നേതാക്കന്മാരുടെ വഴിയിൽ നിന്ന് ലീഗ് മാറി സഞ്ചരിക്കുന്നു എന്നുള്ളതിന്റെ നിരവധി തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് നമ്മളുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പിടിക്കപ്പെടുന്ന ലീഗിന്റെ പ്രാദേശിക നേതാക്കൾ, ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തിയ മഹാരഥന്മാർ രൂപം നൽകിയ പാർട്ടി ഇന്ന് മയക്കുമരുന്ന് വിൽപ്പനക്കാരുടെയും സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന ആളുകളുടെയും വിഹാര കേന്ദ്രമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസിന്റെ സഹോദരൻ പി.കെ. ബുജൈർ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെടുകയുണ്ടായി. അതിന് അദ്ദേഹം പറഞ്ഞത്, എന്റെ സഹോദരൻ അയാളൊരു വ്യക്തിയാണ്, ഞാനൊരു വ്യക്തിയാണ്. അതിന്റെ അർത്ഥശൂന്യത ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം തന്നെ നേരത്തെ ഒരു പ്രസ്താവന നടത്തിയത് നിങ്ങളുടെ മുന്നിൽ ഞാൻ കേൾപ്പിച്ചത്. സത്യത്തിൽ എന്തായിരുന്നു സംഭവിച്ചത്? പി.കെ. ഫിറോസിന്റെ സഹോദരൻ എത്രയോ വർഷങ്ങളായിട്ട് മയക്കുമരുന്ന് സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നയാളാണ്. അത് ഇന്നലത്തെ പരിശോധനയിൽ ബോധ്യപ്പെടുകയുണ്ടായി, പോലീസിന് തന്നെ വ്യക്തമാവുകയുണ്ടായി. എത്രയോ കാലങ്ങളായിട്ട് അദ്ദേഹം ഒരു പ്രത്യേകമായിട്ടുള്ള രാസലഹരി ഉപയോഗിക്കുന്നയാളാണ്. എന്റെ പാർട്ടിക്കാരനല്ല എങ്കിൽ എന്തുകൊണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ വഴിതെറ്റിപ്പിച്ച തന്റെ സഹോദരനെ നിയന്ത്രിക്കാൻ അദ്ദേഹം മുൻകൈയെടുത്തില്ല? സത്യത്തിൽ പോലീസിന് വിവരം കൊടുക്കേണ്ടിയിരുന്നത് ആരായിരുന്നു? ഫിറോസ് അല്ലേ? തന്റെ സഹോദരൻ മയക്കുമരുന്ന് കാരിയറാണ്, അദ്ദേഹം മയക്കുമരുന്നിന് അഡിക്റ്റഡ് ആണ്. നാട്ടിൽ പോയി ചോദിച്ചാൽ അറിയാം അദ്ദേഹത്തെ കുറിച്ച്. എത്രയോ ചെറുപ്പക്കാരെ പി.കെ. ഫിറോസിന്റെ സഹോദരൻ മയക്കുമരുന്നിന്റെ ലോകത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സത്യം അറിയാമായിരുന്നിട്ട് എന്തുകൊണ്ട് പി.കെ. ഫിറോസ് തന്റെ സഹോദരനെതിരായി എക്സൈസിലോ പോലീസിലോ പരാതിപ്പെട്ടില്ല? പി.കെ. ഫിറോസ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്താണ് കത്തുവ ഉന്നോവ ഫണ്ട്. എന്തായിരുന്നു സംഭവം? പള്ളിയിൽ നിന്ന് വരെ ആ പിരിവ് എടുത്തിട്ടുണ്ട്. കാശ്മീരിലെ വളരെ പാവപ്പെട്ട ഒരു പെൺകുട്ടി അതിക്രൂരമായി ബലാത്സംഗത്തിനിരയായി കൊല ചെയ്യപ്പെട്ടു. ആ കുട്ടിയുടെ വീട്ടുകാർക്ക് കൊടുക്കാൻ എന്ന പേരിലാണ് ഫണ്ട് കളക്ട് ചെയ്തത്.
എന്നിട്ട് ആ ഫണ്ട് എവിടെ? ആ കാലയളവിലല്ലേ സെന്റിന് ഏറ്റവും ചുരുങ്ങിയത് 10 ലക്ഷം രൂപ വില വരുന്ന 15 സെന്റ് സ്ഥലം PK ഫിറോസ് തന്റെ പേരിൽ വാങ്ങിയത്? കുന്നമംഗലത്ത് തന്റെ വീടിനടുത്ത്. അവിടെ ഏതാണ്ട് 1 കോടി രൂപ വിലമതിക്കുന്ന വീട് അദ്ദേഹം വെച്ചു. ആരെങ്കിലും ചോദിച്ചോ ഇയാൾക്ക് എവിടെ നിന്നാ പണം എന്ന്? മറ്റേതെങ്കിലും വലിയ പഴയ പാരമ്പര്യമുള്ള നേതാക്കന്മാര് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പറയും അവർ പരമ്പരാഗതമായിട്ട് പണക്കാരാണ്. പരമ്പരാഗതമായിട്ട് പണക്കാരനാണോ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി? മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത്, അവർ ഭരിക്കുന്ന പഞ്ചായത്ത് തട്ടിപ്പിന്റെ കേന്ദ്രമാണ്. സാമ്പത്തിക തട്ടിപ്പിന്റെ കേന്ദ്രമായിട്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മാറിയിട്ടില്ലേ? ലോകത്ത് എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതികളിൽ ഷെയർ കൂട്ടാം എന്നിട്ട് അതിന്റെ ലാഭവിഹിതം തരാം എന്ന് പറഞ്ഞ് ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ലീഗിന്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ 35 കോടി രൂപ ആളുകളെ പറ്റിച്ചത്? ആ സംഭവം നിസ്സാരമാണോ? മലപ്പുറത്തെ പത്രക്കാര് എന്തുകൊണ്ടാണ് അതിനെ ഇങ്ങനെ നിസ്സാരവൽക്കരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എത്രമാത്രം ഗൗരവമേറിയിട്ടുള്ള കാര്യമാണ്. അതിൽ TP ഹാരിസ് എന്ന് പറയുന്നയാൾക്ക് മാത്രമാണോ പങ്ക്? ഞാൻ പറയുന്നു മുസ്ലിം ലീഗിന്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുള്ളത്. നമ്മളുടെ ജില്ലയിൽ സാമ്പത്തിക തട്ടിപ്പ് വ്യാപകമാവുകയാണ്. അതിനെ മുസ്ലിം ലീഗ് വെള്ളവും വളവും കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്നു. ഒരു തരത്തിലുള്ള ഇടപെടലും ലീഗ് നേതൃത്വം ഇടപെടുന്നില്ല. കാരണം ഒരു വിരൽ ആർക്കെ എതിരെയെങ്കിലും ചൂണ്ടിയാൽ 4 വിരല് അവർക്കെതിരെയാണ് ചൂണ്ടുന്നത് എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവരിതിനെ ചോദ്യം ചെയ്യാത്തത്. വ്യാപകമായിട്ട് ഇപ്പോ ഷെയർ ബിസിനസ്സുകൾ ഇവിടെ തുടങ്ങുക. സ്വകാര്യ ആളുകൾ, ഒരു 5-10 പൈസക്കാരായിട്ടുള്ള ആൾക്കാർ ഒത്തുകൂടും, എന്നിട്ട് ഷെയർ വാങ്ങും. ഈ കമ്മിറ്റികളുടെ ഒക്കെ ചെയർമാൻ സ്ഥാനത്ത് പാണക്കാട്ടെ തങ്ങന്മാരെയാണ് അവർ വെക്കുന്നത്. തങ്ങന്മാര് ചെയർമാൻമാർ. ആ സാധുക്കൾ ഒന്നും അറിയില്ല. അവരെ ചെന്ന് നിങ്ങൾ ചെയർമാനാണ് ഇതിന്റെ, വയനാട്ടിൽ നമുക്ക് ഒരു 50 ഏക്കർ ഭൂമിയുണ്ട്, അവിടെ ഒരു ഫാം തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. എന്നിട്ട് നാട്ടുകാരെടുത്ത് നടന്നിട്ട് പൈസ പിരിക്കുക. ഇപ്പോ യഥാർത്ഥത്തിൽ ഈ തട്ടിപ്പ് നടത്തുന്ന ആളുകൾക്ക് ഒരു അനുകൂല സാഹചര്യവും കൂടി ഉണ്ട്. എന്താന്ന് വെച്ചാൽ പൈസ ബാങ്ക് ട്രാൻസാക്ഷനിലൂടെ മാത്രമേ നടത്താവൂ. നമ്മൾ പണ്ടത്തെ പോലെ ചെക്കിൽ പണം എഴുതിയിട്ട് കോടതിയിൽ കൊണ്ടുപോയാൽ കോടതി ഇനി മുതൽ അത് സ്വീകരിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നല്ല സുഖമായിപ്പോ. എന്നിട്ട് ഇവര് പറയാണ് ഈ ആളുകളോട്, ഈ ഷെയർ ഹോൾഡേഴ്സിനോട് ഷെയർ ചോദിച്ചാൽ പറയാ നിങ്ങൾക്ക് പരാതി കൊടുക്കാൻ പറ്റൂല. കാരണം നിങ്ങളുടെ പണത്തിന്റെ സോഴ്സ് വെളിപ്പെടുത്തേണ്ടിയിരുന്നു. ഈ സാധുക്കളെ പേടിപ്പിക്കുക. ഇതാണ് ഈ 35 കോടി രൂപ TP ഹാരിസിന്റെ തട്ടിപ്പിലും നടന്നിട്ടുള്ളത്, മറ്റു പല തട്ടിപ്പിലും. അപ്പൊ എനിക്ക് പാണക്കാട് കുടുംബത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്, പാണക്കാട്ടെ തങ്ങന്മാര് ഒരു സ്വകാര്യ ഏതെങ്കിലും ആളുകൾ ഷെയർ ബിസിനസ്സിൽ തുടങ്ങുന്ന ഒരു സ്വകാര്യ സംരംഭത്തിന്റെയും ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കരുത്. ഉള്ള ചെയർമാൻ സ്ഥാനങ്ങൾ അവർ രാജിവെക്കണം. അവരുടെ പേര് വെച്ച് നാട്ടുകാരെ പറ്റിക്കുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ്. ഒന്നിലും അവരംഗമാകാൻ വേണ്ടി പാടില്ല. പാണക്കാട്ടെ തങ്ങന്മാര് മുൻകാലങ്ങളില്, പാണക്കാട്ടെ പുക്കോയത്തങ്ങള് എത്ര ബിസിനസ് സംരംഭങ്ങളുടെ ചെയർമാനായിട്ടുണ്ട്? പലതുമായിട്ടുണ്ടോ? ശിഹാബ് തങ്ങൾ ആയിട്ടുണ്ടോ? ഹൈദരലി ശിഹാബ് തങ്ങൾ ആയിട്ടുണ്ടോ? എന്തിനാണ് അവരവരുടെ പേരും അഡ്രസ്സും വിലയും നിലയും ഈ ആളുകൾക്ക് ബിസിനസ് നടത്താൻ വേണ്ടി കൊടുക്കുന്നത്, ആളുകളെ പറ്റിക്കാൻ വേണ്ടി കൊടുക്കുന്നത്? മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസ കച്ചവടം നടത്തുന്ന സ്വകാര്യ സംരംഭകന്മാരുണ്ടല്ലോ, കുറച്ച് ആൾക്കാരുണ്ട് കൂടുക.
എന്നിട്ടൊരു 25 ലക്ഷം രൂപ വീതം ഒരു ആളുകൾ ഷെയർ എടുക്കുക, എന്നിട്ടൊരു കമ്മിറ്റി ഉണ്ടാക്കുക, എന്നിട്ടൊരു സെൽഫ് ഫിനാൻസിങ് കോളേജ് തുടങ്ങുക. ചെയർമാൻ ആരാ? അത് പാണക്കാട്ടത്തങ്ങൾ. വിദ്യാഭ്യാസ കച്ചവടത്തിന് പാണക്കാട്ടത്തങ്ങന്മാർ കൂട്ടിൽക്കാൻ പാടില്ല. എത്ര സ്വകാര്യ സംരംഭങ്ങൾ സമസ്തയുടേതാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഓർഫനേജുകളുടേതാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ സ്വകാര്യ വ്യക്തികൾ ഉണ്ടാക്കുന്ന ട്രസ്റ്റിന്റെ ചെയർമാൻമാരായി എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ ജില്ലയിലും മറ്റു പല ജില്ലകളിലും മലബാറിൽ നടക്കുന്നുണ്ട്? തികഞ്ഞ വിദ്യാഭ്യാസ കച്ചവടം. ആ വിദ്യാഭ്യാസ കച്ചവടം അവസാനിക്കണമെങ്കിൽ തങ്ങന്മാര് ഇത്തരത്തിലുള്ള ഒരു ട്രസ്റ്റിന്റെയും ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കും. ഈസ്റ്റ് ലൈവ് മലപ്പുറം.